എന്തുകൊണ്ടാണ് അധികാരത്തിലുള്ളവരെ ചോദ്യം ചെയ്യാതെ നമ്മൾ വിശ്വസിക്കുന്നത്? കാരണം ഈ ലോകം നല്ല ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുന്നു. നമ്മളെ നയിക്കുന്നവർ സത്യസന്ധരാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം പലപ്പോഴും അതല്ല. നമ്മൾ വിശ്വസിക്കുന്ന പല സംവിധാനങ്ങളും നമ്മളെ സംരക്ഷിക്കാനല്ല, നിയന്ത്രിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ താല്പര്യമില്ല. കാരണം സത്യം അംഗീകരിക്കുന്നത് സൗകര്യപ്രദമല്ല. അത് പലരെയും അസ്വസ്ഥരാക്കും. പലരും അവരുടെ ജീവിതം മുഴുവൻ ഒരു നിശ്ചിത രീതിയിൽ ജീവിക്കുന്നു. ജോലി, ബിൽ, കടം, അടിച്ചേൽപ്പിക്കപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ. അവർക്ക് ചോദ്യം ചെയ്യുവാനോ എന്തിന് ചിന്തിക്കുവാൻ പോലും സമയം ലഭിക്കാറില്ല. നമുക്ക് നൽകപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം ശരിയാണോ? നമുക്ക് നൽകപ്പെട്ടത് നാം വിശ്വസിക്കുന്നു, കാരണം എല്ലാവരും അതാണ് ചെയ്യുന്നത്. ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നറിയപ്പെടുന്ന അവസ്ഥയെ പോലെയാണ്. അത് എന്താണെന്നറിയാമോ? നിങ്ങളെ കൊല ചെയ്യാൻ സാധ്യതയുള്ള ഒരാളെ പോലും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്ന അവസ്ഥ. ഇന്നത്തെ ലോകത്ത് അത് വ്യക്തികളോടല്ല, സിസ്റ്റങ്ങളോടാണ് സംഭവിക്കുന്നത്. അവർ നമ്മളോട് പറയുന്നത് എക്സ്പെർട്സിനെ വിശ്വസിക്കൂ, സയൻസ് വിശ്വസിക്കൂ, ചോദ്യം ചെയ്യേണ്ട. പക്ഷേ ഞാൻ പറയുന്നത് വ്യത്യസ്തമാണ്. എന്തു പറഞ്ഞാലും ആരും പറഞ്ഞാലും ചോദ്യം ചെയ്യണം. കാരണം സത്യം ഒരിക്കലും ചോദ്യം ചെയ്യലിനെ ഭയപ്പെടുന്നില്ല. പ്രായം കൂടുന്തോറും ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ പഠിപ്പിച്ച പല കാര്യങ്ങളും സത്യമല്ലായിരുന്നു. ചിലത് തെറ്റായിരുന്നു, മറ്റു ചിലത് അർദ്ധസത്യങ്ങൾ, കൂടുതലും പച്ചക്കള്ളം. നമ്മൾ കള്ളങ്ങളുടെ സാമ്രാജ്യത്തിൽ ജീവിക്കുകയാണ്. ഒരു സിസ്റ്റം, അത് നിലനിൽക്കാൻ വേണ്ടത് ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുക, അവർ ചിന്തിക്കാതിരിക്കുക എന്നതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സിസ്റ്റം എന്നേക്കുമായി നിലനിൽക്കില്ല. ഒരു ഘട്ടത്തിൽ, അതായത് 7000 വർഷങ്ങൾ പൂർത്തിയാവുമ്പോൾ എല്ലാവരും സത്യത്തെ കാണുകയും വിറക്കുകയും ചെയ്യും. അപ്പോൾ ഈ കള്ളങ്ങളുടെ സാമ്രാജ്യം തകർന്നു വീഴും. ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് പോകാം. നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, മെഡിക്കൽ സിസ്റ്റം. നമ്മളെ ബാല്യകാലം മുതൽ പതിപ്പിക്കുന്നത് എന്താണ്? ഡോക്ടർമാർ നിങ്ങളെ രക്ഷിക്കും, ഹോസ്പിറ്റലുകൾ സുരക്ഷിതമാണ്, മെഡിസിൻ മുന്നേറുകയാണ്. പക്ഷേ ഈ കഥയുടെ പിന്നിൽ മറ്റൊരു സത്യമുണ്ട്. മെഡിക്കൽ പിഴവുകൾ. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ മരണകാരണങ്ങളിൽ ഒന്നാണ് ഇത്. കാൻസറും ഹൃദ്രോഗവും കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രധാന കാരണം. അതായത് ആരോഗ്യം നൽകേണ്ട സിസ്റ്റം തന്നെ പലപ്പോഴും ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കാനും അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കഥയോട് ഇത് പൊരുത്തപ്പെടുന്നില്ല. പക്ഷേ കണക്കുകൾ മറ്റൊന്നാണ് പറയുന്നത്. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ തെറ്റായ ചികിത്സ, തെറ്റായ മരുന്ന്, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ പിഴവുകൾ കാരണം മരിക്കുന്നു. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് വാർത്തകളിൽ കാണുന്നില്ല? കാരണം ഈ സംവിധാനം ഒരു വലിയ വ്യവസായമാണ്, ഒരു ബിസിനസ്. ഇവിടെ ലാഭം പ്രധാനമാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു വ്യക്തി പൂർണ്ണമായും ആരോഗ്യവാനായാൽ അവനിൽ നിന്ന് സിസ്റ്റത്തിന് ലാഭമുണ്ടാകുമോ? ഇല്ല. പക്ഷേ ഒരാൾ സ്ഥിരമായി രോഗിയായാൽ ടെസ്റ്റുകൾ, മരുന്നുകൾ, ചികിത്സകൾ, ആശുപത്രി സന്ദർശനങ്ങൾ, അത് ഒരു സ്ഥിരമായ വരുമാനമാകും. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഈ സിസ്റ്റം രോഗം മാറ്റാനല്ല, രോഗം നിലനിർത്താനാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് എല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. എല്ലാ ഡോക്ടർമാരും മോശമാണോ? അവർ നമ്മളെ സഹായിക്കുന്നില്ലയോ? അല്ല, ഞാൻ പറയുന്നത് അതല്ല. പല ഡോക്ടർമാരും നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. പക്ഷേ അവർ പ്രവർത്തിക്കുന്ന സിസ്റ്റം, അത് തന്നെ പ്രശ്നമാണ്. ആ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു? അവർ രോഗലക്ഷണങ്ങൾ ചികിത്സിക്കുന്നു, അതിന്റെ കാരണം കണ്ടെത്തുന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് തലവേദനയുണ്ടെങ്കിൽ ഒരു മരുന്ന് നൽകും. പക്ഷേ എന്തുകൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നത്? അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. ഇത് ഒരു ബാൻഡ് എയ്ഡ് സമീപനമാണ്. പ്രശ്നം മറയ്ക്കുക, പക്ഷേ പരിഹരിക്കരുത്. ഇപ്പോൾ ചിന്തിക്കൂ, ഒരു രോഗത്തിനുള്ള സ്ഥിരമായ പരിഹാരം കണ്ടെത്തിയാൽ ആ രോഗത്തിൽ നിന്ന് ലാഭം നേടുന്ന വ്യവസായങ്ങൾക്ക് എന്ത് സംഭവിക്കും? അവരുടെ വരുമാനം നഷ്ടപ്പെടും. അതുകൊണ്ട് സത്യമായ പരിഹാരങ്ങൾ പലപ്പോഴും പുറത്തുവരുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അന്ധമായി വിശ്വസിക്കുന്നത് അപകടകരമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. യാതൊന്നിനെയും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കരുത്. ചോദ്യം ചെയ്യൂ, സത്യത്തെ അന്വേഷിക്കുക, സ്രഷ്ടാവിനെ കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ മറ്റാരുടെയെങ്കിലും കയ്യിൽ മുഴുവൻ വിട്ടുകൊടുക്കാൻ പാടില്ല.